ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി തിരണ്ടി മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വറുത്തരച്ച തിരണ്ടി മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മീൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പുളിയാണ്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ അത് എടുത്താൽ മതി. ഇനി തന്നെ കറിക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം ഒരുപോലെ വറുത്ത് കിട്ടണം. തേങ്ങ ചിരകി എടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റും. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴച്ചെടുക്കുന്നുണ്ട്. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ തേങ്ങ വറുത്ത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ കളറേ മാറിപ്പോകും. വറുത്തരച്ച ആ ഒരു കറിയുടെ കളറ് നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും 5 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം വഴന്ന് കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അരപ്പ് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇതുപോലെ വേണം കുറുകി വരാനായിട്ട്. അരപ്പ് ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് അതുകൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ചു വരണം. തിളച്ചു കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറി ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അങ്ങനെ മീനൊക്കെ നല്ലതുപോലെ വെന്ത് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ കറി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കറി തലേദിവസം വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.